ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അവിടെ ചില സൂചനകൾ, ഈ സ്നിഫർ ഡോഗുകൾ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അവർ ബോഡി പാർട്സ് ഉണ്ട് എന്ന സൂചന നൽകുന്നുണ്ട്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ജോഷില നൽകും. ജോഷില, ഷമി, കേരള പോലീസിന്റെ കടാവർ ഡോഗ്സ് ആണ് ഇവിടെ പരിശോധന നടത്തിയത്. ഈ ചൂരൽമലയിലെ ഈ ഭാഗങ്ങളിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ കുറച്ച് അല്പം ദൂരെയായി ആണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ വെച്ച് കടാവർ ഡോഗ് പട്ടികൾ കുരച്ചു എന്നാണ് പറയുന്നത്. അത് ഇതിൻ്റെ ഒരു സൂചനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഭാഗം മുഴുവനായി ഇപ്പോൾ മണ്ണ് മാറ്റിക്കഴിഞ്ഞു. അടുത്ത ഭാഗത്ത്, അത് ആ ഡോഗ് നിന്ന സ്ഥലത്ത് ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒന്നുകിൽ മൃതശരീരമോ അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ ഭാഗമോ കണ്ടെത്താം എന്നുള്ള പ്രതീക്ഷയിൽ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്നും ഒലിച്ചു വന്ന, അതായത് ഈ ഒരു ചൂരൽമലയാകെ ഒലിച്ചു വന്ന ഈ മലവെള്ളപ്പാച്ചിൽ കൊണ്ടുവന്നത് അവിടെ നിന്നുമുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അവസാന ശേഷിപ്പ് എന്ന് പറയുന്നത് അവിടെ നിന്നും വന്ന മൃതദേഹങ്ങളെല്ലാം ഒരുപക്ഷെ ഇവിടെ ചൂരൽമലയിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അതും കഴിഞ്ഞാണ് നിലമ്പൂരിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതിൽ അത്രയും ശക്തമായ ഉരുൾപൊട്ടൽ ആണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇത് തടഞ്ഞു നിർത്താൻ ഈ ഒരു പുഴ തന്നെ ഗതിമാറി ഒഴുകുന്ന അവസ്ഥയുണ്ടായി. അതിനിടയിൽ ഒരുപാട് വീടുകളും സ്കൂള് അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒലിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കരഭാഗത്തോട് അടുത്തോ അല്ലെങ്കിൽ ഇത് മണ്ണിനടിയിലോ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദൗത്യസേന ഇന്ന് രാവിലെ മുതൽ ഇന്നലെ കണ്ടെത്തിയ സൂചനകൾ അനുസരിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെയും ഇപ്പോൾ കടാവർ ഡോഗ്സ് നൽകിയ സൂചനകൾ അനുസരിച്ച് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാവിലെ മുതൽ നല്ല രീതിയിലുള്ള ഈ ബെയിലി പാലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമായി വളരെ ഊർജിതമായ തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമി, ജോഷിലയാണ് വിവരങ്ങൾ നൽകുന്നത്.